ഇന്ന് ഞാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല തേങ്ങാ ചമ്മന്തിയുടെ കൂടെ ഈ ഇൻസ്റ്റൻറ്റ് ഇഡലി നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ 1 കപ്പ് നല്ല തൈര് ഒഴിച്ചു കൊടുക്കുക. പുളിയൊന്നും അധികമാകരുത്. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് വെള്ളം വീണ്ടും ചേർക്കാനുള്ളതാണ്. ഇത് നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് നോക്കാം. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ക്യാരറ്റ് അരിഞ്ഞതിട്ട് കൊടുക്കാം. കനം കുറച്ച് അരിഞ്ഞതായിരിക്കണം. ഒരു 1/4 കപ്പ് ബീൻസ് കനം കുറച്ച് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിയില ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ മാവ് നമ്മൾ ഈ കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കണം. നമ്മൾ ടോട്ടൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വരണമെങ്കിൽ സ്വല്പം വെള്ളവും കൂടെ ചേർത്താലും കുഴപ്പമില്ല. നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഞാൻ ഇതുപോലെയുള്ള 3 പാത്രത്തിനകത്ത് എണ്ണയൊക്കെ തടവി വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കൊരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്ത് ഇതിന് ആവി കയറ്റിയെടുക്കാം. നമുക്ക് ഈ സ്റ്റീമറിൽ ഒരു 20 മിനിറ്റ് ഇത് ആവി കയറ്റി ഇഡ്ഡലി പുഴുങ്ങിയെടുക്കാം. 20 മിനിറ്റായി. നന്നായിട്ട് ഇഡ്ഡലി വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റാം. നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം. തണുത്തിട്ട് ഇത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കിയും കൂടെ നമുക്കൊന്ന് ആവി കയറ്റി പുഴുങ്ങിയെടുക്കാം. നല്ല സോഫ്റ്റ് ഇഡലിയാണ്. തണുത്തപ്പോഴേ പാത്രത്തിൽ നിന്ന് തന്നെ അത് ഇളകി വന്നിരിക്കുകയാണ്. ബാക്കിയും കൂടെ നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.